ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മാംഗ്ലൂർ ഉടുപ്പി സ്പെഷ്യൽ നീർദോശയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ദോശയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഈ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന രണ്ട് ചട്നി കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ദോശ പുളിയൊന്നും ഇല്ലാത്ത ദോശയല്ലേ, അപ്പോൾ അതിനനുസരിച്ചാണ് രണ്ട് ചട്നി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പച്ചരിയാണ് എടുക്കേണ്ടത്. പച്ചരി ഏതായാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സോണ മസൂരി പച്ചരിയാണ്. അപ്പോൾ അതല്ലാതെ വേറെ ഏത് പച്ചരി കൊണ്ടും ഇത് ഉണ്ടാക്കാം. ഇപ്പോൾ ബാസ്മതി അരി ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബാസ്മതി അരി കൊണ്ടും സാധാരണ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ കുതിർത്താൻ വയ്ക്കണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് കുതിർത്താൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി ഇത് അരച്ചെടുക്കണം. ഇത് ജാറെടുക്കുക, 1/2 കപ്പ് നാളികേരം എടുക്കുക. ഇത് നാളികേരം ഇല്ലാതെ ഉണ്ടാക്കും കേട്ടോ. നമുക്ക് കുറച്ച് ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടും നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ. അതിനാണ് 1/2 കപ്പ് നാളികേരം ചേർക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിരകിയ നാളികേരം ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ചിരകിയതില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ നാളികേരം ഇല്ലാതെ പലതും നാളികേരം ഇല്ലാതെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് നാളികേരം വേണ്ടെങ്കിൽ നാളികേരം ഇല്ലാതെ ഓപ്ഷനിലാണ്, സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇനി നാളികേരത്തിൻ്റെ കൂടെ അരി കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടില്ല. അത് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. ഇതിൻ്റെ തരിയൊന്നും പാടില്ല, ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതധികം അരഞ്ഞിട്ടില്ല. അരവ് കുറവായി കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും കിട്ടില്ല. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൊണ്ടാണ് അരി അരച്ചെടുത്തത്. പിന്നെ ബാക്കി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിക്കുക. ഇപ്പോൾ 1 കപ്പ് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിക്കണം. അപ്പം നീർദോശ എന്നുള്ളത് പേര് പോലെ തന്നെ വെള്ളം പോലെ ഇരിക്കും. അതായത് മോരും വെള്ളം പോലെ അല്ലെങ്കിൽ പാലുവെള്ളം പോലെ ഇരിക്കും കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2.25 കപ്പും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൊത്തം 3 അല്ലെങ്കിൽ ഒരു 3.25 കപ്പ് വെള്ളം വേണം. ശരിക്കും ഇതിങ്ങനെ വെള്ളം പോലെ തന്നെ ഇരിക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 3.25 കപ്പ് വെള്ളം ഒഴിക്കേണ്ട, 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അതായത് അരയ്ക്കാനും പിന്നെ അതിൻ്റെ ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി എല്ലാം കൂടി ചേർത്തിട്ടാട്ടോ 3 കപ്പ് എന്ന് പറയണത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല വാട്ടറി ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ പിന്നെ വെള്ളം ചേർക്കണ്ട. നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ദോശയ്ക്ക് കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ദോശയ്ക്ക് ചെറിയ കട്ടി തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് കൂടി വെള്ളം ഒഴിച്ചോളൂ. വെള്ളം കുറയരുത്. കുറഞ്ഞു കഴിഞ്ഞാൽ ദോശയ്ക്ക് കട്ടി ഉണ്ടാവും, പിന്നെ നീർദോശയാവില്ല. അപ്പോൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഈ കയ്യിൽ കാണുന്ന ഇതേപോലെ ഇരിക്കണം. ആ മാവ് കണ്ടില്ലേ, ശരിക്കും വെള്ളം പോലെ തന്നെയായിരിക്കും. അപ്പോൾ 3 മുതൽ 3.5 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 3.5 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ. നമുക്ക് നേരിട്ട് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നീർദോശ പുളിയൊന്നും ഇല്ലാതെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാത്തൊരു ദോശയാവുക കാരണം അതിനനുസരിച്ചുള്ളൊരു ചട്നിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് നിറച്ചും നാളികേരമാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക. പിന്നെ ആ ഉഴുന്ന് കൂടി ചേർക്കുക. ചെറിയൊരു കഷ്ണം പുളി, നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള പുളി അധികം ആവരുത്, ചെറിയൊരു കഷ്ണം മതി. പിന്നെ ഒരു ലേശം വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. പിന്നെ നീർദോശയുടെ ചട്നിയുടെ പ്രത്യേകത, ഇതിലേക്ക് ഗാർലിക്, അതായത് വെളുത്തുള്ളി ചതച്ചത് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കും. ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കുറച്ചിട്ടും ചേർക്കാം. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്ന് കളറ് മാറണം, ഒരു ലൈറ്റായിട്ട് കളറൊന്ന് മാറണം.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം. ഇനി ഈ ചട്നിയിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അതിൻ്റെ ആ ഫ്ലേവർ ആ ചട്നിയിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പുളി ഇഷ്ടമല്ലെങ്കിൽ, ഇതിൽ ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പുളിയാണ്. അപ്പോൾ പുളി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ നീരും ചേർക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി ചട്നി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ സവാളയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സവാളയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 6 വെളുത്തുള്ളി, പിന്നെ വളരെ ചെറിയൊരു സവാള കൂടിയിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് ഒരു 3 തക്കാളി, പിന്നെ കുറച്ച് എരിവുള്ള മുളകും കുറച്ച് കാശ്മീരി മുളകും, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഇതിന് പകരം മുളക് പൊടി ചേർത്താലും മതി. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് തെളിയട്ടെ. ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് തക്കാളി വെന്ത് ഉടഞ്ഞ് ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിയണം. ഇപ്പോൾ ഇത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിനി ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്തിടാം. കടുക്, ഉഴുന്ന്, കറിവേപ്പില, ഉണക്കമുളക് വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ വറുത്തിട്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള തക്കാളി ചട്നി റെഡി ആയിരിക്കുന്നു. പിന്നെ ഇത് നീർദോശ ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പാനിൽ ഞാൻ ആദ്യം കുറച്ച് എണ്ണ തടവിക്കോളൂ കേട്ടോ. അതാവും നന്നാവുക. എണ്ണ തടവിയതിൻ്റെ ശേഷം, അതായത് വെളിച്ചെണ്ണ, നല്ലെണ്ണ എന്ത് വേണമെങ്കിൽ തടവാം. നെയ്യ് വേണ്ട. എന്നിട്ട് ഇതിൻ്റെ മീതെ ഞാൻ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. നെയ്യ് തൂവി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഇതെടുക്കുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? അപ്പോൾ ദോശ റെഡി ആയിരിക്കുന്നു. പിന്നെ ഇതിന് ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിനങ്ങനെ ഒരു വലിയൊരു ഷേപ്പൊന്നുമില്ല, സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ. ഇത് ചരിച്ച് പിടിച്ച് ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് അങ്ങനെ ചുഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത് ബാറ്റർ എല്ലായിടത്തേക്കും ആവും. പിന്നെ ഇടയിലൊക്കെ ഹോൾസ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒന്ന് അടച്ചു വയ്ക്കുക 1 മിനിറ്റ്. അപ്പോഴേക്ക് പെട്ടെന്നാവും. ഇത് അധികം നേരം ഒന്നും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് തന്നെ വേണ്ടി വരില്ല. ആവശ്യത്തിന് നെയ്യ് തൂവുക. ഇത് മറിച്ചിടില്ല കേട്ടോ. അപ്പോൾ ഇതാ ദോശയൊക്കെ റെഡി ആയിരിക്കുന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ നമുക്ക് എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണെന്ന്. വളരെ കനം കുറഞ്ഞതാണ്, അത് കാരണം പൊട്ടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു 4 പേർക്ക് കഴിക്കാനുള്ളതുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.